Hi all, this is Miro. Welcome back to our channel High School Max PSC. ഇന്ന് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 106/2016 അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു എക്സാം നടന്നിരിക്കുന്നത് 2016 ഓഗസ്റ്റ് 27-നാണ്. അപ്പോൾ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100 മാർക്ക്. ഡ്യൂറേഷൻ 1 മണിക്കൂർ 15 മിനിറ്റ് ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. 2015 ജൂലൈ 1-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി എന്ത്? ഡിജിറ്റൽ ഇന്ത്യ. 2015 ജൂലൈ 1-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 2015 അർജുന അവാർഡ് നേടിയ മലയാളി താരം PR ശ്രീജേഷ് ആണ്. ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് വ്യാപം അഴിമതി കേസ്? ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് വ്യാപം അഴിമതി കേസ്? മധ്യപ്രദേശ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം? വേൾഡ് ഗോൾഡ് കൗൺസിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം ലണ്ടനാണ്. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം? 2011 സെൻസസ് പ്രകാരം ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം 2015 നേടിയ വ്യക്തി ആംഗസ് ഡീറ്റൺ. അപ്പൊ സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് റോബർട്ട് ബി വിൽസൺ, പോൾ മിൽഗ്രം. റോബർട്ട് ബി വിൽസൺ ആൻഡ് പോൾ മിൽഗ്രം ആണ്. ഇനി 2021 3 US ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഡേവിഡ് കാർഡ്, ജോഷുവ ആൻഗ്രിസ്റ്റ്, ഗുയിഡോ ഇംബെൻസ്. ഡേവിഡ് കാർഡ്, ജോഷുവ ആൻഗ്രിസ്റ്റ്, ഗുയിഡോ ഇംബെൻസ്. ഇവർക്ക് 3 പേർക്കാണ് 2021 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ചുവടെ ചേർത്തതിൽ ഏത് സാമൂഹിക പരിഷ്കർത്താവുമായാണ് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ബന്ധമുള്ളത്? ചുവടെ ചേർത്തതിൽ ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായാണ് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ബന്ധമുള്ളത്? വാഗ്ഭടാനന്ദൻ. അപ്പൊ വാഗ്ഭടാനന്ദനാണ് ആൻസർ. ഏത് രാജ്യത്തെ കറൻസിയാണ് നാക്ഫ? ഏത് രാജ്യത്തെ കറൻസിയാണ് നാക്ഫ? ഓപ്ഷൻ ബി എറിത്രിയയാണ് കറക്റ്റ് ആൻസർ. ചുവടെ ചേർത്തതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 50-ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി? ചുവടെ ചേർത്തതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 50-ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ലോക നാട്ടറിവ് ദിനം എന്നാണ് ആചരിക്കുന്നത്? ലോക നാട്ടറിവ് ദിനം എന്നാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 22. 2016 മലേഷ്യ മാസ്റ്റേഴ്സ് ഗ്രാൻഡ് പ്രിക്സ് ഗോൾഡ് ബാഡ്മിന്റൺ കിരീടം നേടിയത്? 2016 മലേഷ്യ മാസ്റ്റേഴ്സ് ഗ്രാൻഡ് പ്രിക്സ് ഗോൾഡ് ബാഡ്മിന്റൺ കിരീടം നേടിയത് PV സിന്ധു ആണ്. കേരള ഗവൺമെന്റിന്റെ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പ്രോജക്റ്റിന്റെ നോഡൽ ഏജൻസി? കേരള ഗവൺമെന്റിന്റെ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പ്രോജക്റ്റിന്റെ നോഡൽ ഏജൻസി കിൻഫ്രയാണ്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി? എന്തിനെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി? ശാസനങ്ങൾ. ചുവടെ ചേർത്തവയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ട സമരം? ചുവടെ ചേർത്തവയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ട സമരം മുക്കുത്തി സമരം. 2016 റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലെ മുഖ്യ അതിഥി? 2016 റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലെ മുഖ്യ അതിഥി ഫ്രാൻസ് ഒലാദാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്ത സ്മാരകങ്ങളിൽ മുഗൾ രാജവംശവുമായി ബന്ധമില്ലാത്തത് ഏത്? ചുവടെ ചേർത്ത സ്മാരകങ്ങളിൽ മുഗൾ രാജവംശവുമായി ബന്ധമില്ലാത്തത് ചാർമിനാർ. അടുത്തത് 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC നിലവിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഒക്ടോബർ 12, 1993 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് അടിസ്ഥാന ചുമതലകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് അടിസ്ഥാന ചുമതലകൾ പ്രതിപാദിക്കുന്നത്? 51A. 2016 75-ാം വാർഷികം ആഘോഷിക്കുന്ന സമരം ഏത്? 2016 75-ാം വാർഷികം ആഘോഷിക്കുന്ന സമരം ഏത്? കയ്യൂർ സമരം. ഇന്ത്യയുടെ 8ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഇന്ത്യയുടെ 8ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ RK മാത്തൂർ ആണ്. 21-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
അലമാട്ടി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അലമാട്ടി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണ. പ്രൊജക്ട് ടാങ്കോ ചുവടെ ചേർത്തവയിൽ ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്? പ്രൊജക്ട് ടാങ്കോ ഗൂഗിളുമായി ബന്ധപ്പെട്ടതാണ്. INS സർദാർ പട്ടേൽ നാവിക താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? INS സർദാർ പട്ടേൽ നാവിക താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോർബന്ദർ. 2015 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രഘുവീർ ചൗധരി ഏതു ഭാഷയിലെ എഴുത്തുകാരനാണ്? ഗുജറാത്തി. ഇനി 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 55ാമത്തേതാണ്. അക്കിത്തം അച്യുതൻ മേനോനാണ്. മലയാളം. അക്കിത്തം അച്യുതൻ മേനോൻ. 2019. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 26th. 27th നോക്കാം. ഇന്ത്യൻ അസംതൃപ്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ അസംതൃപ്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബാലഗംഗാധര തിലകൻ. 2015 മാൻ ബുക്കർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ. 2015 മാൻ ബുക്കർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ മാർലോൺ ജെയിംസ് ആണ്. ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരം സന്താര. ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരം സന്താര. നീതി ആയോഗ് CEO ആയി 2016 ജനുവരിയിൽ നിയമിതനായ വ്യക്തി. ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ് അമിതാഭ് കാന്ത്. നീതി ആയോഗ് CEO. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PK കാളൻ എന്ന കലാകാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PK കാളൻ എന്ന കലാകാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക. ചുവടെ കൊടുത്തവയിൽ യുനെസ്കോവിന്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടാത്ത ചരിത്ര സ്മാരകം ഏത്? ചുവടെ കൊടുത്തവയിൽ യുനെസ്കോവിന്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടാത്ത ചരിത്ര സ്മാരകം ഏത്? മൈസൂർ പാലസ്. അടുത്ത ക്വസ്റ്റ്യൻ. രൂപാന്തർ എന്ന സാമൂഹ്യ സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി. രൂപാന്തർ എന്ന സാമൂഹിക സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി വിനായക് സെൻ ആണ്. 2015 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആര്? 2015 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് S. ജോസഫ് ആണ്. ഇനി 2019 N. പ്രഭാകരനാണ്. മായ മനുഷ്യർ എന്ന അദ്ദേഹത്തിന്റെ വർക്കിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. N. പ്രഭാകരൻ. 2019 ഓടക്കുഴൽ അവാർഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ. യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ ലീഗിൽ ഏത് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്നത്? യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ ലീഗിൽ ഏത് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് എൽ ക്ലാസിക്കോ എന്ന പേരിൽ അറിയപ്പെടുന്നത്? റയൽ മാഡ്രിഡ്, ബാഴ്സലോണ. 2016 സർക്കാർ ജോലികൾക്ക് 35% വനിതാ സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം. 2016 സർക്കാർ ജോലികൾക്ക് 35% വനിതാ സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ബീഹാർ ആണ്. JC ഡാനിയേലിന്റെ ജീവിതകഥ അടിസ്ഥാനമാക്കിയ സെല്ലുലോയിഡ് എന്ന സിനിമയുടെ സംവിധായകൻ. JC ഡാനിയേലിന്റെ ജീവിതകഥ അടിസ്ഥാനമാക്കിയ സെല്ലുലോയിഡ് എന്ന സിനിമയുടെ സംവിധായകൻ കമലാണ്. ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്നത് ഒക്ടോബർ 17, 2000 ആണ്. ഒക്ടോബർ 17, 2000. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം കൽപ്പന 1. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം കൽപ്പന 1. സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം നിലവിലുള്ള സംസ്ഥാനം. സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം നിലവിലുള്ള സംസ്ഥാനം ആസാമാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ. അധ്യക്ഷ പദവി പട്ടികവർഗ വിഭാഗത്തിന് ST സംവരണം ചെയ്യപ്പെട്ട കേരളത്തിലെ മുനിസിപ്പാലിറ്റി. അധ്യക്ഷ പദവി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട കേരളത്തിലെ മുനിസിപ്പാലിറ്റി മാനന്തവാടി. സിക്കിം ടിബറ്റ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. സിക്കിം ടിബറ്റ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരം. 43ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രശസ്തമായ ഇൻലൻഡ് മാസിക ഇന്ന് പത്രാധിപർ. അതായത് കേരളത്തിലെ പ്രശസ്തമായ ഇൻലൻഡ് മാസിക പത്രാധിപര്
മണമ്പൂർ രാജൻ ബാബു. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. SLINEX 2015 പേരിൽ ഏത് രാജ്യവുമായി ഇന്ത്യ സംയുക്ത നാവിക അഭ്യാസ പ്രകടനം നടത്തിയത്? ഓപ്ഷൻ ഡി ശ്രീലങ്കയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2016 ആസ്ട്രേലിയ ഇന്ത്യ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയ കളിക്കാരൻ രോഹിത് ശർമ്മ. 2016 ഓസ്ട്രേലിയ ഇന്ത്യ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയ കളിക്കാരൻ രോഹിത് ശർമ്മ. പ്രകൃതിക്ഷോഭം നടന്ന നേപ്പാളിൽ ഇന്ത്യൻ ആർമി നടത്തിയ രക്ഷാപ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രകൃതിക്ഷോഭം നടന്ന നേപ്പാളിൽ ഇന്ത്യൻ ആർമി നടത്തിയ രക്ഷാപ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ മൈത്രി. സാധുജന ദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് പാമ്പാടി ജോൺ ജോസഫ്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക പ്രശസ്തമായ കരകൗശല മേള നടക്കുന്ന സൂരജ് കുണ്ട് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ലോകപ്രശസ്തമായ കരകൗശല മേള നടക്കുന്ന സൂരജ് കുണ്ട് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. 1857 കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? 1857 കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. ചുവടെ ചേർത്തവയിൽ ആരുടെ ചരമദിനമാണ് മഹാപരിനിർവാണ ദിവസമായി ആചരിക്കുന്നത്? BR അംബേദ്കർ. വ്യാഴഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ അയച്ച പേടകത്തിന്റെ പേര് ജൂനോ. മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ചലച്ചിത്ര താരം കൽപ്പന നേടിയത് ഏത് സിനിമയ്ക്കാണ്? സിനിമ തനിച്ചല്ല ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2016 ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? 2016 ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 9 ആണ്. 2015 മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ഫിഫ ബാലൺ ഡോർ പുരസ്കാരം നേടിയ കളിക്കാരൻ? 2015 മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ഫിഫ ബാലൺ ഡോർ പുരസ്കാരം നേടിയ കളിക്കാരൻ ലയണൽ മെസ്സി. പാക് തീവ്രവാദികൾ സൈനികാക്രമണം നടത്തിയ പത്താൻകോട്ട് സൈനിക താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പാക് തീവ്രവാദികൾ സൈനികാക്രമണം നടത്തിയ പത്താൻകോട്ട് സൈനിക താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ്. കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന്? മെയ് 17, 1998 കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഫസ്റ്റ് 61th ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദി മെൻ ഡാഷ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. അപ്പോൾ ഇവിടെ നോക്കാം, വൺ ഓഫ് ദി മെൻ. അപ്പോൾ ഇവിടെ മെൻ എന്ന് കാണുമ്പോൾ ഇത് പ്ലൂറൽ ആണ്, പക്ഷെ വൺ ഓഫ് ദി മെൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരിൽ ഒരാളെയാണ് പറയുന്നത്, അത് സിംഗുലർ ആണ്. അപ്പം നോക്കുക, ഈസ് ആണോ ഹാസ് ആണോ വരിക? ഡാഷ് അറ്റൻഡഡ്. അപ്പം വെർബിന്റെ ED ഫോം ആണ്, അപ്പം സി ഹാസ് ആണ് വരിക. വൺ ഓഫ് ദി മെൻ ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. 62 ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ഡാഷ് നട്ട്സ്. അപ്പം പ്രിഫർ വരുമ്പോഴത്തേക്കും 2 ആണ് വരിക. ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ടു നട്ട്സ്. നട്ട്സിനേക്കാളും ചോക്ലേറ്റ് ആണ് ഇഷ്ടപ്പെടുന്നത്, പ്രിഫർ ചെയ്യുന്നത്. യെസ്റ്റർഡേ ഐ മെറ്റ് ഡാഷ് ഓൾഡ് മാൻ. അപ്പോൾ ഓൾഡ് എന്നുള്ളത് എന്താണ്? AEIOU വൗവൽ സൗണ്ട് വരുമ്പോൾ നമ്മൾ ചേർക്കുന്നത് ആൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആൻ. യെസ്റ്റർഡേ ഐ മെറ്റ് ആൻ ഓൾഡ് മാൻ. ഇഫ് യു സ്റ്റഡി വെൽ യു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ സ്റ്റഡി എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന എന്താണ്? വിൽ പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. സക്സസ്, സക്സീഡ്, സക്സീഡ് ആണ്. V3 ഫോം വന്നു, അതിന്റെ മുന്നിൽ വില്ലുണ്ട്. അപ്പോൾ ഇവിടെ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. അപ്പോൾ എല്ലാ ദിവസവും രാഹുൽ ന്യൂസ് പേപ്പർ വായിക്കുമെന്നാണുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ യൂഷ്വലി എന്നൊരു വേർഡ് വരുമ്പോൾ തന്നെ ഓർക്കാം. അപ്പം സൂര്യൻ
കിഴക്കുദിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇത് എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കും, യൂഷ്വലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, സിമ്പിൾ പ്രസന്റ് ആണ് വരേണ്ടത്. ഇനി ഇവിടെ നോക്കുക, രാഹുൽ എന്നുള്ളത് എന്താണ്, സിംഗുലർ ആണ്. അപ്പം വെർബിന്റെ കൂടെ എസ് ഓർ എസ് വരണം. അപ്പം റീഡിന്റെ കൂടെ എസ് ഓർ എസ് വരുമ്പോഴത്തേക്കും റീഡ്സ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രാഹുൽ യൂഷ്വലി റീഡ്സ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. 5 വർഷമായിട്ട് ഇവിടെ തന്നെ ജീവിക്കുവാണ്, ഇവിടെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഇത്ര 5 വർഷമായിട്ടെന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് ഫോർ ആണ്. ഇനി ഇവിടെ ഒരു ഇയർ ആയിരുന്നെങ്കിൽ എന്താണ്, സിൻസ് ആയിരുന്നു. ഒരു പോയിന്റ് ഓഫ് ടൈം ആയിരുന്നെങ്കിൽ സിൻസ് ആയിരുന്നു വരിക. ഇവിടുത്തെ കറക്റ്റ് ആൻസർ അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 years. കാർത്തിക് സ്പീക്സ് ഇംഗ്ലീഷ് ഇൻ ഫ്ലുവൻലി. അപ്പൊ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പം നമുക്ക് വരുന്നതിനകത്തൊരു നോട്ട് വരണം. ഡെസിന്റ് ആണോ ഡോണ്ട് ആണോ എന്നുള്ളതാണ് വേണ്ടത്. ഇവിടെ സ്പീക്സ് എന്ന് പറയുമ്പോൾ സ്പീക്ക് പ്ലസ് എസ് ഓർ എസ് ആണ്. അപ്പൊ തന്നെ അറിയാതെ എന്താണ്, ഡെസ് ആണ്. ഇനി ഇവിടെ ഡെസിൻ കാർത്തിക് ആയതുകൊണ്ട് ഹീയുടെ വന്നു. അപ്പം കാർത്തിക് സ്പീക്സ് ഇംഗ്ലീഷ് ഇൻ ഫ്ലുവൻലി, ഡെസിൻ ഹി. എലിഫന്റ് ഈസ് ദ ഡാഷ് ആനിമൽ ഓൺ ലാൻഡ്. ബിഗസ്റ്റ്, ബിഗർ, ബിഗ്, നൺ ഓഫ് ദീസ്. എലിഫന്റ് ഈസ് ദി ബിഗസ്റ്റ്. അപ്പൊ ദി വരുമ്പോൾ തന്നെ ഓർത്തോണം ബിഗസ്റ്റ്. എലിഫന്റ് ഈസ് ദി ബിഗസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. I have got headache. Correct the sentence as. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. I have got a headache. Tom asked the stranger, where did you go? The sentence can be reported as Tom asked the stranger. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, where did you. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് വേർ ഡിഡ് യു ഗോ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിഡ് യു ഗോയ്ക്കകത്ത് ഡിഡ് പ്ലസ് ഗോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പാസ്റ്റ് ടെൻസ് ആയി. അപ്പൊ ഗോ എന്ന് കാണുമ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ അതിന്റെ മുന്നിലായിട്ട് ഡിഡ് ഉണ്ടെങ്കിൽ എന്താണ്, ഡിഡ് പ്ലസ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഇവിടെ നോക്കുക, ഇനി ഇവിടെ വരുന്ന എന്തായിരിക്കും, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3 ഫോം ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, വേർ ഡിഡ് യു ഗോയ്ക്കകത്ത് ഡിഡ് പ്ലസ് ഗോ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇനി എന്താണ്, ഹാഡ് പ്ലസ് V3 ഫോം വന്നിരിക്കുന്നത് എവിടെയാണ്, വേർ ഹി ഹാഡ് ഗോൺ. ഗോ വെന്റ് ഗോൺ എന്നാണ്, V3 ഫോം ആണ്. ഗോ വെന്റ് ഗോൺ, ഇതിലെ ഗോൺ എന്നുള്ളത് V3 ഫോം ആണ്. ഹാഡ് പ്ലസ് ഗോൺ വരും. അപ്പം വേർ ഹി ഹാഡ് ഗോൺ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് വേർഡ്, അതായത് രണ്ട് വേർഡ് അത് തമ്മിൽ ചേർന്ന് മറ്റൊരു മീനിങ് നൽകുന്നു. ഈ രീതിയിൽ വരുന്നത് സീരിയസ്നെസ്, ഹൊറിസോണ്ടൽ, പാരലൽ, ടേബിൾ ക്ലോത്ത്. ടേബിളും ക്ലോത്തൂടെ ചേർന്ന് ടേബിൾ ക്ലോത്ത്. ഇതാണ് കോമ്പൗണ്ട് വേർഡിന് ഒരു എക്സാമ്പിൾ, ഓപ്ഷൻ ബി. എ സിനോണിയം ഓഫ് പ്ലസന്റ്. അപ്പം പ്ലസന്റിന് സിനോണിയം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്നത് ചിയർഫുൾ ആണോ, ബ്യൂട്ടിഫുൾ ആണോ, കളർഫുൾ ആണോ, റൈവൽ ആണോ. റൈവൽ എന്ന് പറഞ്ഞാൽ എതിരാളി. അപ്പൊ പ്ലസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കുന്ന അവസ്ഥ. അതിനോട് കറക്റ്റ് മീനിങ് എന്താണ് വരുന്നത്, ചിയർഫുൾ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സക്സസ് ആൻഡ് ഡാഷ് ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. അതായത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം. അപ്പൊ ഇനി എന്താണ്, പരാജയമാണ്. പരാജയം എന്ന് വരുന്ന വേർഡ് ഏതാണ്, ഫെയിലിയർ. സക്സസ് ആൻഡ് ഫെയിലിയർ ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ഈസ്. അപ്പം മനുഷ്യനെ ഇഷ്ടമല്ലാത്തവരെ നമ്മൾ പറയുന്നത് എന്താണ്, മിസാൻത്രോപ്പിസ്റ്റ്. വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ഈസ് മിസാൻത്രോപ്പിസ്റ്റ്. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ്. ഇപ്പൊ ഇവിടുത്തെ കൗൺസിലർ എന്നുള്ളതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ സി ആണ്, COUNSELLOR. എ ലിറ്റർ ഓഫ് ഡാഷ്. അപ്പൊ ഈ ലിറ്റർ എന്നുള്ളത് ഏത് കളക്റ്റീവാണ്, എന്തിന് യൂസ് ചെയ്യുന്നതാണ്, അതായത് കുഞ്ഞുങ്ങൾ, ഒരു ഡോഗിന്റെ ബേബീസ് ആണ് പപ്പീസ്. അപ്പൊ ഒരേ ടൈമിൽ ഒരു അമ്മയിൽ നിന്നുണ്ടായിരിക്കുന്ന ആ ഒരു പപ്പീസിനെ നമ്മൾ കളക്റ്റീവായിട്ട് പറയുവാണ് എ ലിറ്റർ ഓഫ് പപ്പീസ്. ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നൗൺ ഫോം ഓഫ് ഇവാപറേറ്റ് ഈസ്. ഇവാപറേറ്റിന്റെ നൗൺ ഫോം എന്ന് പറയുന്നത് ഇവാപറേഷൻ ആണ്. ഓപ്ഷൻ സി. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ മീൻസ്. അപ്പൊ ഇവിടെ ഒരു മത്സ്യം, ഒരു ഫിഷ് വെള്ളത്തിലാണ്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആണ് വാട്ടർ. അതിന്റെ പുറത്തോട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ മീൻസ് ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ. എവറിഥിങ് ഈസ് ഇൻ ഓർഡർ റെഫർ ടു. അപ്പം ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 79 ഡിലീറ്റഡ് ആണ്. പ്ലൂറൽ ഫോം ഓഫ് ഗൂസ് ഈസ് ഗീസ്. അപ്പം ഗൂസ് ആ ബേർഡ് ആണ്. ഗൂസ് ഒരു ബേർഡ് ആണ്. ഗൂസിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ഗീസ് ആണ്. GEESE ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ 20 കണക്ക് ചോദ്യങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതാണ്. 20 കണക്ക് ചോദ്യങ്ങൾ നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു 10ാം ക്ലാസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.